ഇതിന്റെ ആവശ്യമില്ല. എവനെ അറസ്റ്റ് ചെയ്യണം. ഈ സുധീർ കുമാറിനെ ഇവന് വടകര സ്റ്റാൻഡിൽ അടിച്ചു തള്ളിയിട്ടിട്ട് ഇവിടെ വന്ന് പോലീസുകാരൻ പറഞ്ഞു കേട്ടോ പോടാൻ പോകുന്നവർക്കും മര്യാദയില്ല. ഞെട്ടിക്കലല്ല എടുക്കാം അയാളെ കൊണ്ട് നിങ്ങളൊക്കെ പോകുന്നല്ല പരിചയം നിങ്ങൾ വിചാരിക്കോ. കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ തീകൊളുത്തി ആത്മഹത്യ ചെയ്ത വയോധികന്റെ മൃതദേഹത്തെ ചൊല്ലി തർക്കം തുടരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴങ്കാവിലെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് വയോധികന്റെ മൃതദേഹം കൊണ്ടുപോയി പ്രതിഷേധിക്കുമെന്ന തരത്തിൽ ആദ്യം ഒരു വിവരം വന്നിരുന്നു. ഇതേ തുടർന്ന് പോലീസ് വലിയ സന്നാഹം തന്നെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഒരുക്കിയിരുന്നു. തുടർന്ന് മൃതദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നൊരു വിവരം വന്നു. ശേഷം പോലീസുകാരെല്ലാം സ്റ്റേഷനിലേക്ക് എത്തുകയുണ്ടായി. ഇതിനിടെ ഈ മരണപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെ മരുമകനെ ആംബുലൻസിൽ നിന്നും ഇറക്കി വിട്ടെന്ന ആരോപണം ഉയർന്നു. തുടർന്ന് മരുമകൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുന്ന രംഗമുണ്ടായി. തുടർന്ന് നാടകീയ രംഗങ്ങളാണ് വടകര പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. പോലീസുമായി ഏറെനേരം ഇയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടെ ഇബ്രാഹിം ഹാജിയുടെ മൃതദേഹം തിരുവള്ളൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള നടപടികൾ തുടങ്ങി. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണം, കോൺഗ്രസ് നേതാവിനെതിരെ നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മരുമകൻ വടകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ലോകിയില്ലാത്ത കുഞ്ഞമ്മതി ഈ കുഞ്ഞമ്മതി മോനെ കാരണം നമ്മുടെ കയ്യാകല മോൻ ഇപ്പം മയ്യത്തിന്റെ മെയിൻ ആളാണ്. കാരണം എന്താ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ഭർത്താവ് വരുന്ന രീതിയാണ് നിങ്ങളതിന് വെറുപ്പം നിങ്ങൾ പിടിക്കാറ്. അപ്പോൾ ഈ മയ്യത്ത് കൊണ്ട് നടക്കിയാൽ ഈ പൈസ കൊടുക്കേണ്ട ഇന്ന് കോൺഗ്രസ് മൂന്നാളാടെ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇനിയൊന്നും കിട്ടി നിൽക്കൊന്നുമില്ലല്ലോ. ഇനി എന്തായാലും മരിച്ചല്ലോ. ഇനി നിങ്ങൾ അതിനെപ്പറ്റി പറയണ്ടില്ല. ബോഡി ഉണ്ടാകാൻ കാണിക്കണം. ഞാൻ പറഞ്ഞത് നാളെന്നല്ലല്ലോ മരിച്ചേ. അപ്പം മരിച്ച പൈസ എവിടെയാളുടെ അറിഞ്ഞിട്ടുമ്പോൾ മയ്യത്തിറങ്ങി. അതെല്ലാം വേണം. ഇന്ന് നമ്മോട് പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ആളെ വന്നിട്ട് പറയുന്നുണ്ടാ അങ്ങനെ ഒരു പൈസ ടിക്കറ്റ് കിട്ടൂലേ. നിങ്ങളാണ് നോക്കേണ്ട ആവശ്യം. ഈ കുഞ്ഞമ്മ എന്തിനാണ് വന്നുകൂടി 30 കൊല്ലം ദ്രോഹി അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ വരാൻ. ഞാൻ ആദ്യം അവിടെ പോയി പ്രതിഷേധമായിട്ട് ഇത് നിങ്ങളായിരുന്നു ദയാവരണം എഴുതി വാങ്ങാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരായത് കൊന്നെന്ന് ഒന്നും നമ്മളറിയില്ല. നിങ്ങളാടെ കൊണ്ട് ഓനെ മോശം ചെയ്ത് ഓൻ തന്നെ പെട്രോൾ വെച്ച് കത്തിച്ചതെന്നും പറഞ്ഞ് നിങ്ങളാടെ കൊണ്ട് വെച്ച് കുഴിച്ചിടാനൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഒരുപാട് ഉപകാരം നന്ദി ചെയ്തൊരു മനുഷ്യനാണ്. ഓൻ അങ്ങനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങൾ എഴുതി തരണം. ഞാൻ പെട്രോൾ വെച്ചാൽ ആത്മഹത്യ റിപ്പോർട്ട് വരട്ടെ. അങ്ങനെ ഒന്നും ഇല്ലാതെ ഓൻ മരിച്ചു പോട്ടെ. എവിടെ പൈസ നാടകത്തിലല്ലാതെ കാണുന്നത്. നാടകം കളിച്ച് എനിക്ക് കിട്ടാൻ പറ്റില്ല. ഓന്റെ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഏതാണ്ട് അടിച്ച് നിങ്ങളടുത്ത് എനിക്ക് പൈസ പഠിക്കാൻ വന്ന ഓന്റെ മക്കൾക്ക് കിട്ടേണ്ട പൈസ ഓന്റെ കുടുംബക്കാർ കൂടി അടിച്ചു മാറ്റാൻ സമ്മതിക്കരുത്. ഓരെ കൂടി അടിച്ചു ഇന്നലെ ഒരു നേരം തൊട്ട് ഓനെ മെഡിക്കൽ കോളേജിന്റെ മുന്നിലാണ്. നിങ്ങൾ നോക്കണം 30 കൊല്ലം ഓനോന്റെ ഭാര്യ മക്കൾ എല്ലാം വയ്യാതായി. ഈ കുഞ്ഞുമതിന്റെ കാരണങ്ങളുണ്ട്. അത് മോശപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യം ഞാൻ പറയാനില്ല. പക്ഷേ ഇന്നലെ മുതൽ ഇന്ന് വരെ ഓൻ ഉറക്കുകയും ഈ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ 3 ആൾ തീരുമാനിച്ചു നമുക്ക് ഈ മയ്യത്ത് സുധീർ കുമാറിന്റെ വീട്ടിൽ കൊണ്ടുപോകണം. ഈ മയ്യത്ത് അവിടെ വെച്ചിട്ട് എവന്റെ പൈസ ഏത് ബാങ്കിലല്ല എന്നുള്ള അറിയണം. അത് നമുക്ക് പോലീസുകാരോ ഏതെങ്കിലും പോലീസുകാരെ കൊണ്ട് ഒപ്പിടിച്ച ഒരു പോലീസുകാരൻ നമ്മളെ ഭാഗത്ത് കിട്ടും. ആന്നും പറഞ്ഞ് വരുന്ന വരുത്തിൽ എവരെന്ന് വടകര വെച്ചു ഇവിടെ വന്ന് ഇതാക്കി നോക്കുമ്പോൾ പോലീസുകാരെ എനിക്കറിയാം ഈ കുഞ്ഞുമന്നി പോലീസ് സ്റ്റേഷനിലുള്ള ബന്ധം. എൻ്റെ കഞ്ഞ കാരണത്തെ മോനെ 35 കൊല്ലമായി കുഞ്ഞുമതി ഇവിടേക്ക് ലോകിയില്ലാത്ത ഓൻ്റെ ലോകിയം എവരുടെ ഈ കൂട്ടുകെട്ട് എന്താണ് ഓൻ്റെ പൈസയ്ക്ക് അവർക്ക് എന്താണ് ഈ സുധീർ കുമാർ അറസ്റ്റ് ചെയ്യാനകത്ത് ഓൻ്റെ മയ്യത്ത് ഓൻ്റെ പുറകെ കൊണ്ടുപോയിട്ട് കത്തിക്കണം. വന്നാൽ അടുത്ത് പൈതി കത്തി. ഇനി ബാക്കി കൂടി അടുത്ത വെണ്ണീരായിപ്പോട്ടെ. കുഞ്ഞുമത് പറയുന്നത് പറ്റൂലാണ്. കുഞ്ഞുമതിൽ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഇവന് കോൺഗ്രസ് ലീഗാരൊക്കെ ആയിട്ടായിരിക്കും കളിക്കുന്നത്. ഞാൻ അതിലല്ല പറയുന്നത്. എവന്റെ മയ്യത്തിന്റെ മോള് എന്റെ പൈസക്ക് ഇയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച പൈസ കിട്ടും. ഇയാളെ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ നാളെ ബാങ്കിൽ പോയിട്ട് എത്ര പൈസ ഉണ്ട് എന്ന് കണക്കൂട്ടി എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഇയാളെ പറഞ്ഞാൽ കിട്ടും. അയാൾ എന്നോട് പറയുന്നത് പോടാന്നാ. അതിനൊന്നും ഞാനൊന്നും ഒരിക്കലും മരിക്കുന്നവരെ വിട്ടിരുന്നില്ല. കാരണം ഞാൻ
ഒരുത്തന്റെ ബാഗിലിട്ട പൈസ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഏതെങ്കിലും കോൺസ്റ്റബിൾ വന്നിട്ട് പേപ്പർ നോക്കിയിട്ട് അതിൻ്റെ പൈസ എനിക്ക് കൊടുക്കണമെന്ന് പറയാനുള്ള യോഗ്യത ആർക്കില്ലേ? നിങ്ങൾക്കില്ലേ? പോലീസുകാരനാണോ ഒരുത്തന്റെ രേഖ നോക്കി പൈസ കൊടുക്കുക? ഏവലിക്ക് അതിന് ഇന്ന് വരെ ഓൻ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചോദിക്കാൻ വരുന്നവൻ അടിച്ച് പുറത്താക്കുന്ന പോലെ അടിച്ചിക്കൊന്നുമില്ല. വണ്ടി ഓലെ ഉന്തി പുറത്താക്കുക. പരാതി കൊടുക്കാൻ ഇവിടെ കേട്ടണ്ടേ? ഈ ആൾക്കാർ പോകുന്നവർക്കും മര്യാദയില്ല. ഞെട്ടിക്കലല്ല എടുക്ക അയാളെ കൊണ്ടു നിങ്ങളൊക്കെ പോകുന്നല്ല പൈസ നിങ്ങൾ ഞെട്ടിക്കോ. അവിടെ നിങ്ങൾ ഞെട്ടിക്കോ. വരാൻ 20 കൊല്ലമായിട്ടാണ് പരിചയമില്ലേ? എനിക്ക് 10 പൈസ കിട്ടുമോ? എനിക്ക് 10 പൈസ കിട്ടുമോ? വീട്ടിൽ എടുക്കൂല. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.